യുഎയിലേക്ക് ജോലി അന്വേഷിച്ചെത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഒന്നാമതായി, നമ്മൾ യുഎയിലേക്ക് യാത്ര തിരിക്കും മുമ്പ് തന്നെ പരമാവധി CV പ്രിപ്പയർ ചെയ്തു വെക്കുന്നത് നന്നാവും. കാരണം പലരും ഇവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് CV മേക്കിംഗ് പോലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ പാഴാക്കി കളയും എന്നതിൽ സംശയമില്ല. രണ്ടാമതായി, നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ യുഎയിൽ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ഒരു നമ്പർ തരപ്പെടുത്തി ആ UAE നമ്പർ നിങ്ങളുടെ CVയിൽ കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി നന്നാകും. CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള CVകൾ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കിൽ ഉണ്ട്, അപ്പോൾ ഡോക്യുമെന്റേഷൻ ഫീൽഡിലെ ജോലി അന്വേഷിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു CV പ്രിപ്പയർ ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ടീച്ചിങ് സ്കിൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ടീച്ചിങ് ഫീൽഡിലേക്ക്, ടീച്ചർ സ്കൂൾ ഫീൽഡിലേക്ക് ജോലി തേടുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള CVകളും, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് CV നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നാവും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തരത്തിലുള്ള വേക്കൻസി ആണോ ഒഴിവുള്ളത് അതിനനുസരിച്ചുള്ള CV പ്രിപ്പയർ ചെയ്താൽ ഒന്നുകൂടി നന്നാവും. ഉദാഹരണത്തിന് ലോ പ്രൊഫഷൻ അല്ലെങ്കിൽ ലോ ക്വാളിഫിക്കേഷൻ മാത്രം റിക്വയർഡുള്ള വേക്കൻസികൾ വരുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓവർ ക്വാളിഫൈഡ് ആയ CV നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ യുഎയിലേക്ക് യാത്ര പുറപ്പെടും മുമ്പ് തന്നെ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് ജോബ് ഹയറിംഗിന്റെ വിവിധ സൈറ്റുകൾ ലഭ്യമാവും, വിശ്വസിക്കാൻ പറ്റിയ സൈറ്റുകൾ ലഭ്യമാവും. അവിടെയൊക്കെ പരമാവധി നിങ്ങൾ തയ്യാറാക്കിയ CV അപ്ലോഡ് ചെയ്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ജോബ് തേടുന്ന യാത്ര സുഗമമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. കാരണം സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവസാനമായി ഒരു കാര്യം കൂടി, നിങ്ങൾ ജോബ് തേടി വരികയാണെങ്കിൽ ജോബ് കണ്ടെത്തുക എന്നതിന് തന്നെ പ്രയോറിറ്റി കൊടുക്കണം. കറക്കവും ഉറക്കവും പിന്നീട് മാറ്റിവെച്ച് ജോബ് കിട്ടിയതിനു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായി ദുബായ് പോലത്തെ വലിയൊരു ലോകത്തെത്തുമ്പോൾ നമുക്ക് കറങ്ങാനും മറ്റുമൊക്കെ ഒരു താല്പര്യമുണ്ടാവും. പക്ഷെ അതിനേക്കാൾ പ്രയോറിറ്റി ജോബ് കണ്ടെത്തുക എന്നതിന് തന്നെ നിങ്ങൾ മാക്സിമം കൊടുക്കണം. കാരണം നമ്മളുടെ സമയം നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയതും വിലപ്പെട്ടതുമാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് പെട്ടെന്ന് കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇത്തരം യൂസ്ഫുൾ വീഡിയോസ് കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാവുന്നതാണ്.